2024 കേരള ലോണ്ടർസ് എക്സാം ഗവൺമെന്റ് ലോ കോളേജിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് ഓരോ കോളേജ് പറയും, ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ നമ്മളിപ്പം ഈഴവ കാറ്റഗറി അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ലോ കോളേജിൽ ഈ 2024 മുസ്ലിം കാറ്റഗറി അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഏത് റാങ്ക് വരെയുള്ള സ്റ്റുഡൻസിനാണ് അഡ്മിഷൻ കിട്ടിയത്. അതിൽ ലാസ്റ്റ് റാങ്ക് ഏതാണ് എടുത്തത് അതാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളമാണ്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തിൽ സ്റ്റേറ്റ് മെറിറ്റിൽ SM ലാസ്റ്റ് റാങ്ക് 156 ആയിരുന്നു. ഈഴവ കാറ്റഗറി EZ 249, മുസ്ലിം കാറ്റഗറിയിൽ 276, LA കാറ്റഗറിയിൽ ലാറ്റിനാണ്, LA കാറ്റഗറിയിൽ 383, BH കാറ്റഗറിയിൽ 392, DV ധീവര ആ കാസ്റ്റിൽ വരുന്നവർക്ക് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 722, VKയിൽ വന്നിരിക്കുന്നത് 197, BH ബാക്ക്വേർഡ് ക്രിസ്ത്യൻ അത് വന്നിരിക്കുന്നത് 523, KN റാങ്കുകളൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല. KU കാറ്റഗറിയിൽ 1313 വന്നിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് SCയിൽ വന്നിരിക്കുന്നത് 652, ഷെഡ്യൂൾഡ് ട്രൈബ് STയിൽ 1952, EW കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 554. പിന്നെ അതർ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. CC 2, PD 2713, HP 531, HS എന്ന് പറയുന്നത് 295. ഇനി ഇതുപോലെ ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 270, ഈഴവ കാറ്റഗറിയിൽ 393, മുസ്ലിം കാറ്റഗറി MU 380, LA 522, BH 666, DV കാറ്റഗറിയിൽ 1092, വിശ്വകർമ്മ VK 433, BH 460, KN 1055, KU 1470, SC കാറ്റഗറിയിൽ 950, ST കാറ്റഗറിയിൽ 1326 റാങ്ക്. അതേപോലെ EW കാറ്റഗറിയിൽ 918, പിന്നെ PD 2584, HP 1898, HS 313. ഇനി അടുത്തത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ. ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരിൽ സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് 2024 275, ഈഴവ കാറ്റഗറിയിൽ 437, MU മുസ്ലിം കാറ്റഗറിയിൽ 461, LA 712, ബാക്ക്വേർഡ് BH 750, DV 1133, VK 497, അതുപോലെ BH 585, KN വന്നിരിക്കുന്നത് 2687, KU 1436, SC 961, ST 1909, EW കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 878, PD 2751, HP 1411, HS 307. ഇനിയുള്ളത് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം. ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ നമ്മളിതെല്ലാം നോക്കുന്നത് 3 ഇയർ LLB ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 89 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്, 89. പിന്നെ ഈഴവ കാറ്റഗറിയിൽ 215, മുസ്ലിം കാറ്റഗറിയിൽ 207, LA കാറ്റഗറിയിൽ 1209, BH 315, DV 1263, VK 138, BH 253, KN കൊടുത്തിട്ടില്ല, KU 2195, പിന്നെ SC കാറ്റഗറിയിൽ 515, ST കാറ്റഗറിയിൽ 1870, EW കാറ്റഗറിയിൽ 379. പിന്നെ CC 1 കൊടുത്തിട്ടുണ്ട്, PD 1096, HP 212, HS 583. അപ്പോൾ 2024 ഇങ്ങനെയായിരുന്നു അഡ്മിഷൻ നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത്, നമുക്ക് എത്രയാണോ റാങ്ക് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഈ കോളേജുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ തന്നെ ഓരോ വർഷവും വരണമെന്നോ ഇല്ല, എന്നാലും നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും.